അസ്സലാമു അലൈക്കും. വലൈക്കുസ്സലാം. വാവേ, എന്താ? നിനക്ക് ഈ മാസത്തിന്റെ പ്രത്യേകത അറിയാമോ? ഇല്ലല്ലോ. എന്താ? നമ്മുടെ മുത്തുനബി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. ആണോ? മുത്തു നബിയെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു തരാമോ? പറഞ്ഞു തരാലോ. നിനക്ക് കേൾക്കാൻ ഇഷ്ടമാണോ? അതെ, ഇഷ്ടാണ്. ശരി, എങ്കിൽ ഞാൻ കഥ പറഞ്ഞു തരാം. പ്രവാചകൻ മുഹമ്മദ് നബി സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും ഒരു കൈത്താങ്ങായിരുന്നു. പ്രവാചകന്റെ ജീവിതത്തിലുടനീളം നമുക്കത് കാണാൻ കഴിയും. ഒരിക്കൽ മുത്തുനബി അങ്ങാടിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഭാരമേറിയ ചുമട് തലയിൽ വഹിച്ചു കൊണ്ടുപോകുന്ന വൃദ്ധയെ പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുത്തുനബി ആ വൃദ്ധയോട് പറഞ്ഞു, "ആ ഭാരച്ചുമട് ഇങ്ങോട്ട് തരൂ, ഇത് ഞാൻ ചുമന്നുകൊള്ളാം." വൃദ്ധയുടെ ചുമടുമായി മുത്തുനബി അവരോടൊപ്പം നടന്നു. വൃദ്ധയ്ക്ക് മുത്തുനബിയുടെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നി. ആ വൃദ്ധ മുത്തുനബിയോട് പറഞ്ഞു, "ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ പൂർവികന്മാരെയും ദൈവങ്ങളെയും ഒക്കെ തള്ളിപ്പറയുന്നു. അവൻ ആളുകളെ ഒക്കെ വഴിപിഴപ്പിക്കുകയാണ്. മോനെപ്പോലെയുള്ള യുവാക്കൾ അവൻ്റെ പിടിയിൽ അകപ്പെടരുത്." തന്നെക്കുറിച്ചാണ് ആ സ്ത്രീ പറയുന്നതെന്ന് മനസ്സിലായിട്ടും നബി മറുപടി ഒന്നും പറഞ്ഞില്ല. ആ ഭാരവും ചുമന്ന് അവർക്ക് എത്തേണ്ട സ്ഥലത്ത് അത് എത്തിച്ചു കൊടുത്തു. എന്നിട്ടോ? തിരിച്ചു പോകുന്ന സമയത്ത് മുത്തുനബിയോട് ആ വൃദ്ധ ചോദിച്ചു, "എന്താണ് പേരെന്ന്?" മുത്തുനബി മറുപടി പറഞ്ഞു, "താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ മുഹമ്മദ് ഞാനാണ്." ആ വൃദ്ധ ആശ്ചര്യപ്പെട്ടു. പിന്നീട് ആ വൃദ്ധ പ്രവാചകന്റെ വിശ്വാസം സ്വീകരിച്ചു. ഒരു കഥയും കൂടി വേണം. ആ ശരി, ഞാൻ നിന്നെപ്പോലെയുള്ള ഒരു കുസൃതി കുട്ടിയുടെ കഥ പറഞ്ഞു തരാം. ശരി, വേഗം വേഗം. മദീനയിൽ അന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. നല്ല കുട്ടിയാണെങ്കിലും അവനൊരു ചീത്ത സ്വഭാവമുണ്ട്. കാണുന്ന മരത്തിനൊക്കെ കല്ലെറിയുന്ന സ്വഭാവം. അത് ചെയ്യാഞ്ഞാൽ വല്ലാത്ത പൊറുതികേടാണ് അവന്. ഒരു ദിവസം അവൻ നല്ല മുഴുത്ത കല്ലുകളുമായി മരുപ്പച്ചിയിലെത്തി. അവിടെ നിറയെ ഈന്തപ്പനകൾ കുലച്ചു നിന്നിരുന്നു. ഹായ്! കുട്ടിയുടെ കൈ തരിച്ചു. അവൻ വേഗം പനക്കെറിയാൻ തുടങ്ങി. പഴങ്ങൾ കൊഴിഞ്ഞു. കുറെ കഴിഞ്ഞ് ഏറു നിർത്തി അടുത്ത പരിപാടി ആരംഭിച്ചു. വീണ പഴങ്ങൾ പെറുക്കി തിന്നുക. വയറു നിറഞ്ഞപ്പോൾ അവൻ എണീറ്റു പോയി. കല്ലെറിഞ്ഞാൽ പനക്കു കേടുപറ്റുമെന്നോ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അറിഞ്ഞാൽ തന്നെ പിടികൂടുമെന്നോ ഒന്നും അവൻ ആലോചിച്ചിരുന്നില്ല. എന്നിട്ടോ? ഒരു നാൾ അത് സംഭവിച്ചു. തോട്ടത്തിൻ്റെ ഉടമസ്ഥർ പാർത്തിരുന്ന് കുട്ടിയെ പിടിച്ചു. അവരവനെ മുത്തുനബിയുടെ മുമ്പിലാണ് ഹാജരാക്കിയത്. വല്ലാത്ത പരിഭ്രമത്തോടെയാണ് കുട്ടി നബിയെ നേരിട്ടത്. അദ്ദേഹം കോപിക്കുമോ, തന്നെ ശകാരിക്കുമോ? അവൻ നിന്നു വിറച്ചു. മുത്തുനബി ആകട്ടെ വളരെ ശാന്തനായി സൗമ്യനായി, "എന്തിനാണ് കുഞ്ഞെ നീ മരത്തിൽ കല്ലെറിയുന്നത്?" എന്ന് വെറുതെ അറിയാനെന്ന മട്ടിൽ ചോദിച്ചു. "ഈത്തപ്പഴം കിട്ടാനാ?" എന്നിട്ടവൻ്റെ നിഷ്കളങ്കമായ ചോദ്യം. "കല്ലെറിയാതെ എങ്ങനെയാ ഈത്തപ്പഴം കിട്ടുക?" വിവേകമില്ലാത്തത് കൊണ്ടാണ് കുട്ടി ഈ തെറ്റു ചെയ്യുന്നതെന്ന് പ്രവാചകൻ ഉറപ്പായി. ആ കുട്ടി ഒരു ക്രൂരനല്ലെന്നും വകതിരിവില്ലാത്തവൻ മാത്രമാണെന്നും നബി അറിഞ്ഞു. നയത്തിൽ പറഞ്ഞു തിരുത്താവുന്നതേ ഉള്ളൂ. മേലാൽ ഒരു മരത്തിനും കല്ലെറിയരുത് കേട്ടോ. നബി അവനെ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് പറഞ്ഞു. "എറിഞ്ഞാൽ മരത്തിന് പരിക്കു പറ്റും. പിന്നെ അതൊരിക്കലും പഴം തരില്ല, മനസ്സിലായോ? തിന്നാനാണെങ്കിൽ താനെ കൊഴുന്നവ വേറെ ഉണ്ടല്ലോ." നബി ആ കുട്ടിയെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അവനു വേണ്ടി പ്രാർത്ഥിച്ച ശേഷമാണ് പറഞ്ഞയച്ചത്. എല്ലാവരോടും നീതിമാനായിരുന്നു മുത്തുനബി. ഈ കഥകളൊക്കെ നിനക്കിഷ്ടപ്പെട്ടോ? ഓ, ഇഷ്ടപ്പെട്ടു. എനിക്ക് മുത്തുനബിനെ കാണണം. ഈ അവസരത്തിൽ നമുക്കൊരു പാട്ട് പാടാം. ആരംഭപ്പൂവായ മുത്തുനബിയുടെ മീലാദ് വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി.
ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.